ഹലോ മക്കളെ, സിൻസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നവീദാണ്. ഞാൻ പരിയാരം മെഡിക്കൽ തേർഡ് ഇയർ MBA സ്റ്റുഡൻ്റാണ്. നിങ്ങളുടെ SLC മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എക്സാം അത്ര എളുപ്പമായിരുന്നില്ല, എന്നാൽ അത്ര പാടുമായിരുന്നില്ല. ഗവൺമെൻറ് എന്തായിരുന്നാലും ഈ വർഷം നിങ്ങൾ എന്തായിരുന്നാലും പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല മാർക്ക് കിട്ടിയാൽ മതി എന്ന് രീതിക്കുന്നൊരു എക്സാം. പക്ഷേ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഡിസ്കഷൻ ചെയ്ത് തീരുന്ന സമയത്ത് ഒട്ടുമിക്ക എല്ലാ കൺസെപ്റ്റും നല്ലപോലെ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു തീർത്തിരിക്കും. നിങ്ങൾക്ക് ഒന്നും അറിയാത്ത മക്കളാണെങ്കിൽ പോലും ഈ ക്ലാസ് തീരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും. നിങ്ങൾ ഒന്നും ടെൻഷൻ ആവണ്ട. നമുക്ക് ഇനി സമയം കൊണ്ട് പഠിക്കാൻ വേണ്ടി പഠിക്കാത്ത ആൾക്കാരെങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യുക, നല്ലപോലെ പേരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് നല്ല എക്സാം നല്ല മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ഇല്ലടാ. നോക്കിയേ, എന്താ അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൻ ബിലോ ഫസ്റ്റ് ടൈം ആൻഡ് ഫോർത്ത് ടൈം ആർ മിസ്സിംഗ്, ഫൈൻഡ് ദം. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, അതിൽ ഒന്നാമത്തെ ടൈമും നാലാമത്തെ ടൈമും മിസ്സിംഗ് ആണ്, നടുക്കുള്ള രണ്ടും തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ, നമുക്കറിയാലോ, സമാന്തര ശ്രേണിയാണ്. അപ്പോൾ നമുക്ക് DL കണ്ടുപിടിക്കാൻ നോക്കളെ. ഇത് നോക്കുകളെ, സാർ ഏതിക്കും നോക്കുകളെ. ഇവിടെ 10ഉം 16 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഡിഫറൻസ് എന്തായിരിക്കും? അതിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതിലെ 6 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതി കൂടെ, നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യനിൽ? ഫസ്റ്റ് മാർക്കും ഫസ്റ്റ് ടൈമും ഫോർത്ത് ടൈമും. ഫസ്റ്റ് ടൈം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 10ന് മുമ്പല്ലേ ഫസ്റ്റ് ടൈം വരിക. അപ്പോൾ എന്ത് ചെയ്യണം? 10 മൈനസ് എന്താണ് 6. അപ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. ഇനി x4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 10 + 6 അല്ലേ, 22 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ മക്കളെ? നോക്കോക്കളെ, എളുപ്പമല്ലേ? നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ലോജിക്കൽ ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന ആൻസറാണ്. നിങ്ങൾ ഈ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സിമ്പിളായിട്ട് ലോജിക്കൽ ചിന്തിച്ചാൽ കിടണം. നമുക്ക് ചിന്തിച്ച് നോക്കേ, അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ABCD എന്ന് പറയുന്ന ഒരു ചതുരം തന്നിട്ടുണ്ട്. അത് മിഡ് പോയിന്റ് നോക്കടാ. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? S മിഡ് പോയിന്റ് ആണ്, Q ഉണ്ട്, R ഉണ്ട്, P ഉണ്ട്. ഇതെല്ലാം ജോയിൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ദാ നോക്കൂക്കളെ, 1, 2 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ണടച്ചുകൊണ്ട്, ഞങ്ങളോ നിങ്ങളോ ആരെങ്കിലും ആവട്ടെ, കണ്ണടച്ചുകൊണ്ട് തൊടുന്ന സമയത്ത് ഷെയ്ഡ് ചെയ്ത റീജിയനിൽ കൈ കൊണ്ട് തൊടാനുള്ള സാധ്യത എത്രയാണ്, പോസിബിൾ എത്രയാണ് ചോദിക്കുന്നത്. നോക്കൂക്കളെ, മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. നോക്കടാ, ടോട്ടൽ 8 ഉണ്ട് ആണല്ലോ. 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് മക്കളെ? 2 എണ്ണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എത്ര കൂടെ? ടോട്ടൽ 8 ഉണ്ട്, അതിൽ 2. നമുക്കിതിന് വീണ്ടും സ്മോൾ ആയിക്കൂടെ? 2 എന്ന് പറയുന്ന 1 ആയിട്ടും 8 എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 കോമൺ ആയിട്ടില്ലേ? അപ്പോൾ നമുക്ക് എന്തിട്ട് 1/4. എളുപ്പമല്ലേടാ. ഇനി B നോക്കടാ. ഇനി Bയിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം. ഓക്കെ, ഔട്ട്സൈഡ് ദ ഷെയ്ഡ് റീജിയൻ. ഔട്ട്സൈഡ് ദ ഷെയ്ഡ് റീജിയൻ. നോക്കേ, ടോട്ടൽ 8 ഉണ്ട് മക്കളെ. അതിൽ 2 എണ്ണം എന്താണ്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ബാക്കി റിമൈനിങ് എത്രയും നോക്കിയാൽ പോരെ? 6 എണ്ണം. അപ്പം 8ൽ എത്രയാ? 6 എണ്ണം എന്ന് പറയുന്നത് എന്താണ്? കോമൺ 2 മക്കളെ. അപ്പോൾ 3/4 സെറ്റല്ലേ മക്കളെ? അതിന് നിങ്ങൾക്ക് 2 മാർക്ക് ഇട്ടിട്ടുണ്ടാവില്ലേ? എളുപ്പമല്ലേ മക്കളെ? ചിന്തിച്ചാൽ മതി. ഇത് നോക്കടാ, ഇത് സിമ്പിൾ അല്ലേ? ഇത് ഒറ്റ കാര്യം മാത്രമേ. ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു ചതുർഭുജം എന്ന് വെച്ചാൽ എന്താണ്ടാ? കോട്ട ട്രയൽ തന്നിട്ടുണ്ട്. അതെന്താണ്? ABCD എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കടാ, ഈ ഫിഗർ നോക്കളെ. ഈ D എന്ന പോയിന്റ് എന്ന് പറയുന്ന ഒരു ടാൻജന്റ് അല്ലേ? അതായത് ഒരു പോയിന്റിൽ നിന്ന് വരുന്ന തൊടുരേഖയല്ലേടാ ഈ DP എന്ന് പറയുന്നതും ഈ DQ എന്ന് പറയുന്നതും അല്ലേ മക്കളെ? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? ഓക്കെ, ലെങ്ത് ഓഫ് DP. എടാ, D എന്ന് പറയുന്ന കോമൺ പോയിന്റ് അല്ലേ മക്കളെ? D എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ പോയിന്റ് അല്ലേ? അപ്പൊ അതിൽ നിന്ന് വരുന്ന ടാൻജന്റ് ആയതുകൊണ്ട് DQ ആയിക്കൂലേ മക്കളെ DP എന്ന് പറയുന്നത്. അപ്പൊ DP നമുക്ക് എത്രയെന്ന് എഴുതാടാ? 8 സെന്റിമീറ്റർ. കാരണം കൺസെപ്റ്റ് എന്താണ്? D എന്ന് പറയുന്ന കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന 2 ടാൻജന്റ് എന്ന് പറയുന്നത് DQ എന്ന് പറയുന്നതും DP എന്ന് പറയുന്നതും. സോ ബേസിക്കലി എന്തായിരിക്കും? 2 ഈക്വൽ ആയിരിക്കും മക്കളെ. സിമ്പിൾ അല്ലേടാ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇത് വളരെ സിമ്പിൾ അല്ലേ? നോക്കേ, ടോട്ടൽ ഇത് 40 എന്ന് തന്നിട്ടുണ്ട്. ആൾറെഡി സാർ എത്രയെന്ന് പറഞ്ഞു? ഇത് 8 എന്ന് പറഞ്ഞു. 40 - 8 കിട്ടും. എത്ര? 40 - 6 എന്ന് കിട്ടും. സെറ്റല്ലേ മക്കളെ? ഇനി നോക്കടാ, ഇതെന്നും പറയുന്ന ഒരു സർക്കിൾ അല്ലേ? ഞാൻ സാർ എന്ത് ചെയ്തു? ഈ P എന്ന് പറയുന്ന പോയിന്റും O എന്ന് പറയുന്ന പോയിന്റും ജോയിൻ ചെയ്തു. ഇതൊരു സർക്കിൾ അല്ലേ മക്കളെ? ബേസിക്കലി എന്താണ്? ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്ത് ചെയ്തു സാറ്? O എന്ന പോയിന്റിലേക്ക് സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഇതല്ലേ എൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, സർക്കിൾ റേഡിയസ്. ഈ റേഡിയസ് തന്നെയല്ലേ മക്കളെ ഇതെന്ന് പറയുന്നത്? ഇതും റേഡിയസ് അല്ലേ മക്കളെ? ഇനി നോക്കേ, ഈ PA എന്ന് പറയുന്ന പോയിന്റ് നോക്കിയേ. PA എന്ന് പറയുന്ന പോയിന്റ് സാർ ഇവിടെ ഏതാണ്? ഈ POയും PA എന്ന് പറയുന്നത് P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് അല്ലേ?
സെയിം കൺസെപ്റ്റ്, ഈ ഇവിടെ കൊടുത്തേക്കുന്ന സെയിം കാര്യമല്ലേ. അപ്പൊ നമുക്ക് എഴുതി കൂടെ പി എ എത്രയെന്നുള്ള കാര്യം, സോറി എത്ര എ പി എത്ര, എ പിയോ പി യോ, പി എന്ന് എത്ര കാര്യം കണ്ടെത്തി, എത്രയാണ് 6 നമ്മൾ അറിയാം മക്കളെ, 6 ആണ്. എത്രയാണ് 6 ആണ്. അപ്പൊ നമുക്കിത് കിട്ടി. നമുക്ക് വേറൊരു കൺസെപ്റ്റ് നോക്കാം. ഇവിടുത്തെ ആംഗിൾ എന്താണ്, 90 അല്ലേടാ. ഇവിടുത്തെ ആംഗിളും എന്താടാ, 90 അല്ലേ. ഇവിടുത്തെ ആംഗിളും 90 ആണ്, ഇവിടുത്തെ ആംഗിളും 90 അല്ലേ മക്കളെ. ഇത് 6 ആണെങ്കിൽ ഇതും 6 ആയിരിക്കൂലേ അല്ലേ മക്കളെ. അപ്പം ഒരു രൂപത്തിന്റെ അതിന് ചതുരമാണ് നമ്മൾ പറഞ്ഞു. ഇനി ചതുരമാണ്, ചതുര രണ്ട് വശം സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും, ഇതും സെയിം ആവൂലേ. അപ്പം ഇതും 6 ആവും, ഇതും 6 ആവും. അപ്പം നമുക്ക് അല്ലെങ്കിൽ വേറെ നോക്കാം. എന്താണ്, ഈ ടാൻജന്റ് ആണ്. ഈ ടാൻജന്റ് 6 കിട്ടിയോണ്ട് റേഡിയസും 6 എഴുതാം. അല്ലെങ്കിൽ ഇതൊരു സമചതുരമായതുകൊണ്ട് എല്ലാ വശങ്ങളും എന്തായിരിക്കും മക്കളെ, ഈക്വൽ ആയിരിക്കും. സെറ്റല്ലേ. അപ്പം വൃത്തത്തിന്റെ ആരം അല്ലെ വൃത്തത്തിന്റെ റേഡിയസ് എന്ന് എത്രയായിരിക്കും മക്കളെ, 6 സെന്റിമീറ്റർ. നിങ്ങൾ മാത്സിൽ എപ്പോഴും ആൻസർ ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും യൂണിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മക്കളെ, നിങ്ങൾ ഒരിക്കലും ആൻസറിന് മാത്രമല്ല, ആൻസറിന് പർട്ടിക്കുലർ നമ്പേഴ്സ് ഓഫ് ഒരു മാർക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പകരം നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കാം. അതിന് മക്കൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനുള്ള എന്തെങ്കിലും കാര്യം എടുത്ത് എഴുതുക. ഡി പി ഇത്രയാണ്, പി ക്യൂ ഇത്രയാണ്, ആ ഫിഗറിലുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതി വയ്ക്കുക. അതിനെല്ലാം നിങ്ങൾക്ക് കിട്ടും മാർക്ക് കിട്ടും. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വെച്ചിട്ട് എത്ര മാർക്ക് കിട്ടി, 10 മാർക്ക് കിട്ടി. അത് വലിയ ഡിഫറൻസ് അല്ലേ. യൂണിറ്റ് എന്ത് ചെയ്യുക, എപ്പോഴും യൂണിറ്റ് ശ്രദ്ധിക്കുക. യൂണിറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കുറയും. ഇവിടെ നോക്കിയേ, ചില കുട്ടികൾ വൃത്തത്തിന്റെ ആരം 6 എന്ന് എഴുതും. പക്ഷെ കുട്ടി എന്ത് ചെയ്താൽ മറന്നുപോയി, സെന്റിമീറ്റർ എഴുതാൻ മറന്നുപോയി. അപ്പൊ എത്രയാ, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്ര കിട്ടത്തുള്ളൂ, ഹാഫേ കിട്ടത്തുള്ളൂ. അങ്ങനെ 5 ക്വസ്റ്റ്യൻ ഹാഫ് വെച്ചപ്പോൾ എത്ര മാർക്ക് മക്കളെ, ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ABCD എന്ന് പറയുന്നത് പാരലോഗ്രാം ആണ്. സിമ്പിൾ അല്ലേ. ദ കോർഡിനേറ്റിന്റെ തന്നിട്ടുണ്ട് 4 1 എന്നും 9 3 എന്നും. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്, സി അല്ലേ കണ്ടെത്താൻ. നോക്കൂക്കളെ, ഡി ഉണ്ട്, ബി ഉണ്ട്. നമ്മൾ എന്താ എക്സ് ആ കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ പോരെ. ഈ അഡ്ജസ്റ്റന്റ് എക്സ് തമ്മിൽ കൂട്ടിയാൽ പോരെ. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഈ 4 കുറച്ചാൽ പോരെ. അപ്പം 5 + 9 - 4 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടി, 10 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എക്സ് കിട്ടി. നമുക്ക് എഴുതി കൂടെ ഇവിടെ 10. നമുക്ക് എന്താ വേണ്ടത്, വൈയും സെയിം അല്ലേ. വൈ എന്ത് ചെയ്യണം, 4 ഉണ്ട് മക്കളെ. 4 + 3 4 + 3 എത്ര കിട്ടും, അതിന് എന്ത് കുറയ്ക്കണം, 1 കുറയ്ക്കണ്ടേ. അതെന്ത് കുറയ്ക്കണം, 1 കുറച്ചാൽ മതി. അപ്പൊ എത്ര, 6 കിട്ടും. അപ്പം വൈ കിട്ടി 6. സെറ്റല്ലേടാ, സെറ്റല്ലേ. ഇങ്ങോട്ട് നോക്കിയാടാ, ഈ സിമ്പിൾ അല്ലേടാ, സിമ്പിൾ അല്ലേ. വരയ്ക്കേണ്ട എങ്ങനെ വരയ്ക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, തന്നിക്ക് നോക്കൂക്കളെ. ഒരു 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് 3 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കാം. സെറ്റല്ലേ. ഇവിടെ നിങ്ങൾ ഡൗട്ട് എന്താണ്, 55 62 ആണ്. നമുക്ക് നോക്കൂക്കളെ. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, 55 62 ഹാഫ് 62 ഹാഫ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും, സാറേ എങ്ങനെ 62 ഹാഫ് വന്നേന്ന്. എങ്ങനെയാടാ, ടോട്ടൽ എത്ര ഉണ്ടാവുക, 180 അല്ലേ ഉണ്ടാവുക മക്കളെ. അപ്പം നമുക്ക് 2 ആംഗിൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഫൈൻഡ് ചെയ്തൂടെ, സിമ്പിൾ അല്ലേടാ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഇരട്ടി എടുക്കണ്ടേ. ഇതിന്റെ ഇരട്ടി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 55 ഇരട്ടി എടുക്കുക, 62 ഇരട്ടി എടുക്കുക, എന്ത് ചെയ്യുക, മിഡ് പോയിന്റ് വയ്ക്കുക. ബാക്കിയുള്ള കാര്യം വരയ്ക്കാൻ അറിയില്ലേ. ഇതൊക്കെ സിമ്പിൾ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ഇട്ടുള്ള കാര്യങ്ങളല്ലേ. ഉഷാറാക്കട്ടോ. നോക്ക്, ഇത് സിമ്പിൾ അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ വന്നിട്ടുണ്ട്. നോക്കൂക്കളെ, 5 മക്കള് പരീക്ഷ എഴുതി. 5 കുട്ടികൾ എന്ത് ചെയ്തു, എക്സാമിന് പരീക്ഷ എഴുതി. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇൻക്രീസിംഗ് ഓർഡർ. ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസിംഗ് ഓർഡർ. നമുക്ക് അത് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല. നമ്പേഴ്സ് എത്ര മക്കളെ, 29 34 36 39. നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എക്സ്. എന്താണ് ഫൈൻഡ് ചെയ്യുന്നത്, എക്സ്. നോക്കൂ മക്കളെ, ഞാൻ ഇവിടെ എടുത്ത് മാറ്റി എഴുതുക. 29 34 x 36 39. സെറ്റല്ലേടാ. അപ്പം നമുക്ക് എന്താ പറയേണ്ടത്, കണ്ടെത്തേണ്ട കാര്യം നോക്കിയേ. മധ്യമ മാർക്ക്, ഐ മീൻ മീഡിയൻ മാർക്ക് 34 ആയാൽ എക്സ് എത്രയാണ്, മീഡിയൻ മാർക്ക് 34 ആയി കഴിഞ്ഞാൽ എക്സ് എത്രയാണ്. നോക്കുമക്കളെ, ഇവിടെ മൊത്തം എത്ര എണ്ണം ഉണ്ടാ, 1 2 3 4 5 5 അപ്പൊ മീഡിയം മാർക്ക് എത്രയാ വരേണ്ടേ, 3 അല്ലേ വരേണ്ടത്. അതല്ലേ തന്നിക്കുന്നേ, 34 ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, 34. കാരണം എന്താണ്, ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്ന മൂന്നാമത്തെ അല്ലേ, അതല്ലേ ക്വസ്റ്റ്യൻ തന്നിക്കുന്നത്. സോ സിമ്പിൾ, ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ട്, ആൻസർ തന്നിട്ടുണ്ട്. ഇനി എന്താണ്ടേ, ഇനി ഒരു കുട്ടിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്തു. ആ കുട്ടിയുടെ മാർക്ക് എത്രയാണെന്ന് പറയുന്നത് 41. എത്രയാന്ന് പറഞ്ഞു, 41. അപ്പൊ എത്രയായിട്ട് മാറി, 6 ആയിട്ട് മാറിയില്ലേ മക്കളെ. എത്രയായിട്ട് മാറി, 6 ആയിട്ട് മാറി. നമുക്കറിയാലടാ, മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്, n/2 ഉണ്ട്. പിന്നെ എന്താണ്, n/2 + 1. ഇക്വേഷൻ അറിയില്ലേ,
എം ഈസ് ഇക്വൽ ടു n/2 പിന്നെന്താണ് n/2 + 1. സെറ്റ് അല്ലേടാ? അപ്പൊ നോക്കുന്ന സമയത്ത് നോക്കിയേ എത്ര ഉണ്ട്? 29, 34, 34, 36, 39, 41, 29, 34, 34, 36, 39. 6 ഉണ്ട്. അപ്പൊ എത്ര മീഡിയൻ വരും? 2 എണ്ണം വരും. 34, 36. എന്നിട്ട് 2 ഡിവൈഡ് ചെയ്താൽ പോരാടാ. ആൻസർ 35 കിട്ടും. സെറ്റ് അല്ലേ? മാർക്കെല്ലാം കിട്ടിക്കൊണ്ടാവില്ലടാ. നോക്കടാ, ഇന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നതിൽ അറ്റ്ലീസ്റ്റ് നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ സിമ്പിൾ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. എങ്ങനെ നോക്കാം? ഇത് നോക്കേ, ഈ ഫിഗർ നോക്കടാ. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ സാർ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കും. ഇത് സർക്കിൾ അല്ലേടാ? ഇത് സർക്കിൾ അല്ലേ മക്കളെ? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും? സർക്കിളായിട്ട് ഫീൽ ചെയ്യും. ആ സർക്കിളിന് ഇവർ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഫിഗർ വെച്ചിരിക്കുന്നത്. നോക്കൂ മക്കളെ, ഈ ആംഗിൾ 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ? 90 ആയിരിക്കൂലേ? നമുക്ക് ഈ ആംഗിൾ ഫൈൻഡ് ചെയ്തുകൂടെ? സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്തുകൂടെ? ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് OA. ഡിസ്റ്റൻസ് ഓഫ് OA. നോക്കടാ, എ എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്? 50. എ എന്ന് തന്നിട്ടുണ്ട് 50 ആണല്ലോ. ഇതെന്താണ്ടാ? എക്സ് കമ്പോണന്റ് അല്ലേ? ഇതെന്താണ്? വൈ അല്ലേ? വൈയിൽ എവിടെ ഉണ്ടോ? y0 അല്ലേ? അപ്പൊ എന്തായിരിക്കും? 5. സാറ് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സെന്റിമീറ്റർ എഴുതാൻ പറ്റുമോ? പല മക്കളും സെന്റിമീറ്റർ കിട്ടണം. സെന്റിമീറ്റർ അല്ല, ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ എന്താണ്? യൂണിറ്റ്സ്. എന്താണ്? യൂണിറ്റ്സ്. ശ്രദ്ധിക്കണം. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. അടുത്തതാണ് AB യുടെ നീളം കണക്കാക്കുക. ഇതിൽ ഏതാണ് മക്കൾ AB എന്ന് പറയുന്നത്? ഇതല്ലേ മക്കളെ AB? ഇതല്ലേ മക്കളെ AB എന്ന് പറയുന്നത്? അല്ലേ? ഇവിടെ നോക്കടാ, ഇത് 45 അല്ലേ? അല്ലേ? ഇത് 45 അല്ലേ? 45 കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടും? 5√2 എന്ന് കിട്ടൂലേ? കാരണം എന്താണ്? ആംഗിൾ ഇവിടെ എത്രയാടാ? 45, 90 ആണെങ്കിൽ സൈസിന്റെ റേഷ്യോ നമുക്കറിയാലോ. 1:1:√2. 1:1:√2. സിമ്പിൾ. അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടും? 5√2 എന്ന് കിട്ടും. ഇനി ഈ മോസ്റ്റ് മക്കളും തെച്ചിട്ടുണ്ടാവും ഓപ്ഷൻ സി ആയിരിക്കൂലേ മക്കളെ? സിയിൽ ഓപ്ഷൻ നോക്കേ. സി എന്താ നോക്കണേ? കോർഡിനേറ്റ് പോയിന്റ് സി. ഇതല്ലേ മക്കളെ പോയിന്റ് സി എന്ന് പറയുന്നത്? നോക്കടാ, സാറ് പറഞ്ഞില്ലേ ഇതൊരു സർക്കിൾ അല്ലേ? ഇതാ സർക്കിളിന്റെ റേഡിയസ് അല്ലേ? സർക്കിളിന്റെ റേഡിയസ് അല്ലേ? ആണോ മക്കളെ? ഇത് നമ്മൾ കണ്ടെത്തി 5√2. ഇതും റേഡിയസ് അല്ലേടാ? നോക്കടാ, ഇവിടെ ഈ പോയിന്റ് നല്ല സർക്കിൾ വരയ്ക്കുന്നത് മധ്യബിന്ദു. അപ്പൊ എന്താണ്? ഇതും 5√2 അല്ലേ മക്കളെ? സത്യോ? ഇതും 5√2. ഇത് 5√2 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 5√2 ആയിരിക്കും. അപ്പൊ ഇതിൽ കൂടെ ഇത് ആൾറെഡി നമുക്ക് അറിയാലോ 5 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 5 + 5√2. 5 + 5√2. ഇത് എക്സ് അല്ലേ മക്കളെ? നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സൂചക സംഖ്യകൾ എഴുതുക. കോർഡിനേറ്റ്സ് എത്ര ഭാഗം ഉണ്ടാവും? കോർഡിനേറ്റ്സ് എന്തൊക്കെ ഉണ്ടാവും? ഒരു എക്സ് കമ്പോണന്റ് ഉണ്ടാവും, വൈ. എന്താണ് എക്സ്? നോക്കൂ മക്കളെ, ഒരു എക്സ് കമ്പോണന്റ് ഉണ്ടാവും, വൈ ഉണ്ടാവും. അറിയാലോ മക്കൾക്ക്. ഇവിടെ നോക്കേ, ഇവിടെ വൈ എന്താണ് മക്കളെ? 0 അല്ലേ? കാരണം എന്താണ്? ഇത് എക്സിലല്ലേ ഇരിക്കുന്നത്. വൈ എന്തായിരിക്കും? ഇല്ല. അപ്പം വൈ എന്തായിരിക്കാം? 0. അപ്പൊ കോർഡിനേറ്റ് എത്രയായിട്ടൂടാ? 5 + 5√2 0. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. സിമ്പിൾ അല്ലേടാ? നോക്കേ, അരിത്തമെറ്റിക് സീക്വൻസ് സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് തന്നിട്ടുണ്ട്. 70 എന്നും നോക്കോളെ. ഫസ്റ്റ് 70 എന്നും ആറാമത്തത് 96 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് 6th ടൈം നോക്കുകളെ. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ച് ചെയ്യാം. ഇതാണ് സം ഓഫ് 6 എന്ന് വിചാരിക്കാം. സം ഓഫ് 6 ആറോട് എഴുതി 6 എന്ന് എഴുതിയില്ലേ മക്കളെ? ഇനി 5 തന്നിട്ടുണ്ട്. 6നേക്കാളും ചെറുതാണല്ലോ 5 എന്ന് പറയുന്നത്. 6നേക്കാളും ചെറുതാണ് 5. ഇനി എന്താണ്? 6th ടൈമിലെ കണ്ടെത്തേണ്ടത്. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പം ഇത് കണ്ടെത്തിയത് കുറച്ചാ പോരെ? സിമ്പിൾ അല്ലേ? ഇത് എത്രയാണ്? 96 ആണ്, ഇത് 70 ആണ്. ഇതിന് കുറച്ചാ പോരെ? കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 26 കിട്ടി. സെറ്റ് അല്ലേ? നമുക്ക് എന്താണ്? തേർഡ് ടൈം കണ്ടെത്തൂടെ? ടോട്ടൽ എത്രയുള്ളേ? 5. അപ്പം S/5 40 കിട്ടി. ഡി കണ്ടുപിടിച്ചൂടെ? നമുക്ക് ടേംസ് ഉണ്ടെങ്കിൽ ഡി കണ്ടുപിടിച്ചൂടെ മക്കളെ? ഡി എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേടെ? ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, കണ്ടെത്താം. ഓക്കെ, ഈ നോക്കുകളെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എടുത്ത് എന്ത് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? നോക്കുകളെ, എ കോൺ ഈസ് മേഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ. കോൺ ഈസ് മേഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ. അവരെന്താ പറയുന്നേ? ഒരു വൃത്താംശം വളച്ചു വൃത്തസൂപിക ഉണ്ടാക്കി. വൃത്താംശം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു റീജിയൻ അവരിങ്ങനെ മുറിച്ചെടുത്തു. ഇതുപയോഗിച്ച് കോണുണ്ടാക്കി. കോണെന്ന് പറഞ്ഞ് ഇതല്ലേടാ? ഇങ്ങനെ ഇരിക്കുന്ന രൂപത്തിനല്ലേ നമ്മൾ കോൺ? ജോക്കറിന്റെ തലയിൽ ഇരിക്കുന്ന സംഭവമില്ലേ ക്യാപ്? കോൺ. അപ്പം എന്താണ്? ഹൈറ്റ് ഓഫ് കോൺ ഈസ് 9 cm, സ്ലാൻഡ് ഹൈറ്റ് ഈസ് 50 cm.
അങ്ങനെയാണെങ്കിൽ അതായത് വൃത്തസ്തൂപികയുടെ ഉയരം 9 സെന്റിമീറ്ററും ചതുവ് ഉയരം 15 സെന്റിമീറ്ററുമാണ് എങ്കിൽ ആരം റേഡിയസ് ഓഫ് ദ കോൺ കണ്ടുപിടിക്കുക. റേഡിയസ് ഓഫ് ദ കോൺ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയില്ലെന്ന് വിചാരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ നമുക്ക് മാർക്ക് കിട്ടും. എങ്ങനെ നമ്മൾ കണ്ടെത്താം? നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്കെടുത്ത് എഴുതുക. അതിന് 1 മാർക്ക് കിട്ടും, 1 ഹാഫ് കിട്ടും. പക്ഷെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. മക്കളെ നിങ്ങൾക്ക് അറിയില്ല, ഇക്വേഷൻ അറിയില്ല, ഒന്നും അറിയില്ലെന്ന് വിചാരിക്കുക. പക്ഷെ മക്കളെ മാത്സ് പാസ് ഭയങ്കര എളുപ്പം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് അതുപോലെ എടുത്ത് എഴുതാം. സാർ എഴുതിക്കുന്നുണ്ടല്ലേ, ഹൈറ്റ് എഴുതി, ലെന്ത് എഴുതി, ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ആർ സ്ക്വയർ ഈസ് ഇക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. എൽ സ്ക്വയർ ഇവിടെ എത്രയാടാ, 15ന്റെ സ്ക്വയർ മൈനസ് 19ന്റെ സ്ക്വയർ. ആർ എത്രയെന്ന് കിട്ടി, 12 എന്ന് കിട്ടി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ മക്കളെ, യൂണിറ്റ്. എന്താണ് മക്കളെ, യൂണിറ്റ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സെന്റിമീറ്റർ ആണ്. അപ്പൊ ആൻസറിൽ എന്ത് വേണം മക്കളെ, സെന്റിമീറ്റർ വേണം. ഇനി ഞാൻ സാർ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വൃത്താംശം, ഈ ആംഗിൾ, ഒരു വൃത്താംശം മുറിച്ചു അതിൽ നിന്നാണ് കോൺ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ ആംഗിൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ശ്രദ്ധിക്കും മക്കളെ, ഈ ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. കണ്ടുപിടിച്ചുകൂടെടാ, സിമ്പിൾ അല്ലേടാ. നമ്മൾ പഠിച്ചിട്ടില്ലേ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം നമ്മള്. നോക്കൂ മക്കളെ, നമുക്കറിയാലോ റിലേഷൻ അറിഞ്ഞൂടെ, R/L = θ/360. 360 എന്താണ്, ടോട്ടൽ 360 അല്ലേ മക്കളെ. അപ്പൊ നമുക്ക് എഴുതി കൂടെ, R 12 ആണ്, L 15 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം നോക്കൂ, സാറ് പറയാൻ നോക്കൂക്കളെ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, 360 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, θ = 360 × 12/15. അപ്പൊ എത്ര കിട്ടി, 288 എന്ന് കിട്ടി. ഇങ്ങനെ എഴുതിയ മാർക്ക് കിട്ടുമോ മക്കളെ, ഇല്ല. 1 മാർക്കാണ് കിട്ടുന്നത്. എത്ര മാർക്ക് കിട്ടും, ഹാഫ്. എന്താണ് വേണ്ടത്, ഡിഗ്രി. എന്താണ് വേണ്ടത്, ഡിഗ്രി. കാരണം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, കോൺ. എന്താണ് കോൺ, ആംഗിൾ. ആംഗിൾ യൂണിറ്റ് എന്താണ്, ഡിഗ്രി. ആംഗിൾ യൂണിറ്റ് എന്താണ്, ഡിഗ്രി. നിങ്ങൾ ഏത് പ്രോബ്ലം ചെയ്താലും യൂണിറ്റ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. യൂണിറ്റ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സെറ്റ് അല്ലേ മക്കളെ. നോക്കേ, ഈ സിമ്പിൾ അല്ലേ, ഡയറക്റ്റ് അല്ലേ. നോക്കേ, ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് A and B are 2, -3 and 11, 9. AP is to PB. AP ഇതല്ലേ, AP is to PB. AP is to PB എന്താണ്, ഇത് 1 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് 10 ആണെങ്കിൽ ഇത് 20 ആയിരിക്കും. അതാണ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ സൂചക സംഖ്യകൾ എന്താണ്, സൂചക സംഖ്യ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് P. ഈ P എന്ന് പറയുന്ന പോയിന്റ് ഏത് കോർഡിനേറ്റ് ഉണ്ടാവണം. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൂടെ. ഇക്വേഷൻ എന്താണ്, m × x2 + nx1 / m + n. എന്ന് വെച്ചാൽ എന്താണ്, m എന്താ നോക്കൂ മക്കളെ, 1 എന്താണ് ഇതല്ലേ, 1 നോക്കൂക്കളെ, 1 × 11. 1 × 11 1 കൊണ്ട് അത് ചെയ്യണം, എക്സിലെല്ലാം ഇൻറ്റു ചെയ്യണം. പ്ലസ് 2 × 2 അല്ലേ. എന്ത് ചെയ്യണം, ആദ്യം 1 കൊണ്ട് എക്സ് കോർഡിനേറ്റ് ഫുള്ള് ഇൻറ്റു ചെയ്യണം. ഇനി 2 കൊണ്ടും എല്ലാ എക്സ് കോർഡിനേറ്റിനും ഇൻറ്റു ചെയ്യണം. m + n. ഇവിടെ m എത്രയാണ്, 1 + 2. അപ്പം എത്ര കിട്ടിയടാ, ആൻസർ കിട്ടൂലേടാ, കോർഡിനേറ്റ് കിട്ടിയില്ലേ. കിട്ടുന്ന കോർഡിനേറ്റ് എന്ത് ചെയ്യണം നിങ്ങൾക്ക്. ഇനി ഈ ഡിവിഷനിലാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. നിങ്ങൾക്ക് ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഫോമിൽ പറ്റുമോ നോക്കണം. നോക്കട്ടെ, ഇവിടെ 15/3 3/3 എല്ലാത്തിനും കോമൺ 3 അല്ലേ. 3/3 1 3 5 15 3 5 സോറി 5 3 × 5 15. അപ്പൊ എത്ര 5 വരും. 5 1 5 1. സെറ്റല്ലേ ഓക്കെ. അപ്പൊ കിട്ടിയില്ലേ മക്കളെ, സ്കോർ കിട്ടിയില്ലേ. സിമ്പിൾ അല്ലേ മക്കളെ. ഇവിടെ നോക്കടാ, റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. വൃത്തം വരക്കണം. ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഡൗട്ട് വരാൻ കാണും, സാറേ 70.5ന്റെ ഹാഫ് എങ്ങനെ എടുക്കാന്ന് നിങ്ങൾ തോന്നുക. നിങ്ങൾ എടുക്കണ്ട, ലംബസമാജി എടുത്താൽ മതി. കോമ്പസ് ഉപയോഗിച്ച് ലംബസമാജി എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി. സെറ്റല്ലേ മക്കളെ. സാറ് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളെല്ലാം കട്ടക്ക് വരച്ചിട്ടുണ്ടാവില്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. വരക്കാനുള്ള ക്വസ്റ്റ്യൻ കട്ടക്ക് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് പോവാ. നോക്കടാ, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ചിത്രത്തിൽ വീണ്ടും എന്തിന്റെ ക്വസ്റ്റ്യൻ, തൊടുവര. വീണ്ടും തൊടുവരയിലെ കുറെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ മക്കളെ. തൊടുവരയിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അപ്പൊ തൊടുവര എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. തൊടുവര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ബോർഡ് എക്സാം പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, തൊടുവര നല്ലപോലെ പഠിക്കണം. ഇൻ ദ ഫിഗർ PC, ദ ടാൻജന്റ് ടു ദ സർക്കിൾ C and AB എന്താണ്, വൃത്തത്തിന്റെ ഒരു ഞാനാണ്. നോക്കേ, PC എന്ന് പറയുന്നത് 12 ആണ്. PC എത്ര മക്കളെ, 12 ആണ്. AB എന്ന് പറയുന്നത് 10 ആണ്. AB എന്ന് പറയുന്നത് 10 ആണ്. എങ്കിൽ
പി എ എന്ന് പറയുന്നത് എക്സ് ആണ്. പി എന്ന് പറയുന്നത് എക്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? പി ബി എന്തായിരിക്കൂടാ? ഈ പി ബി എന്ന് പറയുന്നത് ഈ പി എ പ്ലസ് എ ബി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പി എ എത്രയെന്ന് അറിയാം? എക്സ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10. സിമ്പിൾ അല്ലേ മക്കളെ? 10 പ്ലസ് എക്സ് എന്നോ അല്ലെങ്കിൽ എക്സ് പ്ലസ് 10 എന്നോ എന്ത് വേണോ എഴുതാം. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? കത്തില്ലേ? ഇനി ഓക്കെ, from a second degree equation find the length of PA from the second line of equation. നോക്കണേ, സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് റിലേഷൻ ഇവിടെ മക്കളെ. പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സി സ്ക്വയർ ആയിരിക്കുമല്ലോ. തൊടുവര പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സി സ്ക്വയർ അല്ലേ? ഇക്വേറ്റ് ചെയ്തൂടെ? പി എയുടെ വാല്യൂ നമ്മൾ സാറ് കണ്ടെത്തിയിട്ടുണ്ട്, പി ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കണ്ടുപിടിക്കും മക്കളെ? പി എ കണ്ടെത്തുക. പി എ കണ്ടെത്തുക. നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റട്ടെ മക്കളെ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ആൻസർ തെറ്റട്ടെ. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. കാര്യം ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ക്വസ്റ്റിന് ഒരു 3 മാർക്ക് കൺസിഡർ ചെയ്യാം മക്കളെ. 3 മാർക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ എഴുതി വരുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ആക്കിയതിന് 1 മാർക്ക് കിട്ടും, വഴിക്ക് 1 മാർക്ക് കിട്ടും, ആൻസറിന് 1 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. നമുക്ക് ആൻസർ തെറ്റിയെന്ന് വിചാരിക്കാം. ആൻസർ തെറ്റി, ഒരാൾക്കൂടെ 10 സെന്റിമീറ്ററാണ് കിട്ടിയത്. എത്ര കിട്ടിയ? 10 കിട്ടിയത്. പക്ഷെ ആ കുട്ടിക്ക് എത്ര കിട്ടും മക്കളെ? 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അല്ലെങ്കിൽ 1.5 മാർക്ക് ഷുവറാണ്. 1.5 മാർക്ക് ഷുവറാണ്. 1.5 മാർക്ക് എന്താണ്? ഷുവറാണ്. സാറിൻ്റെ 10ന്റെ SLC കാലത്ത് സാറിന് ടീച്ചർ പറഞ്ഞ ടിപ്സ് നമ്മൾ കുറച്ച് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കളെ. ഇനി 13 അല്ലേ? സിമ്പിൾ സാധനം അല്ലേ? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നോക്കേ, എ ബി തന്നിട്ടുണ്ട്. 12 ആണ്. യൂണിറ്റ് മറക്കരുത്, യൂണിറ്റ് മറക്കരുത്. ബി സി തന്നിട്ടുണ്ട്. ബി സി 10. ബി സി ഈസ് 10. ഇനി ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ 130. ആംഗിൾ 130. ആംഗിൾ 130. ഇത് 90 അല്ലേടാ? ഇത് 90 അല്ലേ? ഇത് 90 അല്ലേ? നോക്കടാ, ഇത് തമ്മിൽ റിലേഷൻ എന്താ? ഇവിടെ ടോട്ടൽ 180 അല്ലേ? ടോട്ടൽ 180 അല്ലേ? അപ്പൊ അതെന്തായിരിക്കും? അവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 50 ആയിരിക്കൂലേ? കാരണം 130 മൈനസ് 180 മൈനസ് 130 is equal to 50. 50. The measure angle of angle CBD is equal to 50. Is equal to 50. അടുത്തെന്താണ്? ഹൈറ്റ് ഓഫ് സി ഡി. നോക്കുക, ഹൈറ്റ് ഓഫ് സി ഡി. ഇവിടുത്തെ ആംഗിൾ 50 എന്നുണ്ട്, ഇവിടുത്തെ ആംഗിൾ 50 എന്നല്ലേ? ഇത് സി ഡി അല്ലേ? സി ഡി അല്ലേ കണ്ടുപിടിക്കേണ്ടത് മക്കളെ? സി ഡി അല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്? ഇത് 90 അല്ലേ? നോക്ക്, നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഹൈറ്റ് ആണ്. ആംഗിളിന്റെ ഓപ്പോസിറ്റ്, ആംഗിളിന്റെ ഓപ്പോസിറ്റ്, ആംഗിളിന്റെ ഓപ്പോസിറ്റ്, ആംഗിളിന്റെ ഓപ്പോസിറ്റ്. പിന്നെ തന്നിട്ടുള്ള എന്താണ്? ആംഗിൾ. പിന്നെന്താണ്? ഇതെന്താണ്? ഇതെന്താണ്? ട്രയാംഗിൾ എന്താണ് മക്കളെ? യെസ്, കർണം. യെസ്, കർണം. കറക്റ്റ് തന്നെയാണ്. കർണം എത്രയാണ്? 10 സെന്റ്. അപ്പം സൈൻ അപ്ലൈ ചെയ്തൂടെ? സൈൻ അപ്ലൈ നമുക്ക് എത്ര കിട്ടും? ആൻസർ കിട്ടും. എന്ത് ചെയ്യണം മക്കളെ? യൂണിറ്റ്. എന്താണ്? അഗെയിൻ ഞാൻ പറയുന്നു, യൂണിറ്റ്. യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് നോക്കൂക്കളെ, ഈ മക്കൾക്ക് എല്ലാം ഡൗട്ടുള്ള കാര്യം, സാറേ ഹൈറ്റ് ഞാൻ ഇതാറ്റെടുക്കണമോ, ഇതാറ്റെടുക്കണമോ? എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത്? ശ്രദ്ധിക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് അതിന് നിവർന്ന് നിൽക്കുന്ന ഒരു സാധനമാവട്ടെ, വളഞ്ഞു നിൽക്കുന്ന സാധനമാവട്ടെ, ഏതൊരു വസ്തുവായിരുന്നാലും ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഏറ്റവും പൊക്കം, ഏറ്റവും ഉയരമുള്ള റീജിയനാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ഉയരമുള്ളതല്ലേടാ സി ഡി എന്ന് പറയുന്നത്? ഏറ്റവും ഉയരമുള്ളതല്ലേ മക്കളെ സി ഡി? സി ഡി കണ്ടുപിടിച്ചൂടെ? ഇനി എന്താണ്? സി ഡി നമ്മൾ കണ്ടുപിടിച്ചു, അതല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് നമ്മൾ കിട്ടി. ഓക്കെ, നമ്മൾ എന്താ ഹൈറ്റ് നമ്മൾ കിട്ടി, ഹൈറ്റ് മനസ്സിലാക്കിയല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കാണുക. എ ബി സിയുടെ പരപ്പളവ് കാണുക. പരപ്പളവ് എന്താണ്? എ ബി സി അല്ലേ? ഏരിയ ഹാഫ്. ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതല്ലേ? ഹാഫ് ബി എച്ച്. ഹൈറ്റ് കിട്ടി, ബേസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മക്കളെ. അപ്പൊ എത്രയെന്ന് കിട്ടി? 48. ഇവിടെ എന്താണ് സെന്റിമീറ്റർ സ്ക്വയർ വരാൻ കാരണം? യൂണിറ്റ്. എന്താണ്? യൂണിറ്റ്. ഏരിയയുടെ യൂണിറ്റ് ആണ് സെന്റിമീറ്റർ സ്ക്വയർ. ഒരു യൂണിറ്റ് ആണ് സെന്റിമീറ്റർ സ്ക്വയർ. സെറ്റല്ലേടാ? എല്ലാവരും വീഡിയോ ലൈക്ക് കമന്റ് ഇടണം കേട്ടോ. സെറ്റല്ലേ? നോക്കട്ടെ, ഇനി എന്താണ്? പോളിനോമിയൽ അല്ലേ? നോക്കേ, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് കെ. ഫൈൻഡ് പി ഓഫ് 1. സിമ്പിൾ അല്ലേ? പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ബ്രാക്കറ്റിലുണ്ട്. അവർ ബ്രാക്കറ്റ് 1 ഒന്ന്, എക്സിന് വരെ 1 എടുത്തിടുക. സിമ്പിൾ കിട്ടി. എക്സിന് വരെ 1 ഇടുക, വേറെ പണിയൊന്നുമില്ല. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. വേറെ ചിന്തിക്കണ്ട. പി ഓഫ് എക്സ്
അവിടെ എക്സ് മാറ്റി ബ്രാക്കറ്റ് 1 തോന്നുന്നു. അതിന്റെ മീനിങ് എന്താ? എക്സിന് വരെ 1 ഇടുക. സെറ്റ്. ഇപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ്. പി ഓഫ് എക്സിന്റെ ഘടകമാണ്, ഫാക്ടർ ആണ് എക്സ് മൈനസ് 1 എങ്കിൽ കെ ഏത് സംഖ്യയാണ്? കെ ഏത് സംഖ്യയാണ്? അതായത് എക്സ് മൈനസ് 1 ഒരു ഫാക്ടർ ആവണമെങ്കിൽ പി ഓഫ് 1 0 ആവണ്ടേ? ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ കൂടെ 4 - k = 0. 4 - k = 0. പി ഓഫ് 1 നമ്മൾ ആൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് 4 - k എന്ന് പറയുന്നത്. അപ്പൊ അത് 0 ആയാൽ മാത്രമേ എക്സ് മൈനസ് 1 എന്ന ഫാക്ടർ എന്ത് ചെയ്യത്തുള്ളൂ? ഉപയോഗത്തുള്ളൂ. അപ്പം കിട്ടിയില്ലേ? ഇനി അടുത്ത് എന്താണ്? കെ എന്നത് സംഖ്യയാകുമ്പോൾ പി ഓഫ് എക്സിനെ രണ്ട് ഒന്നാം ബഹുപദങ്ങൾ ഗുണഫലം എഴുതുക എന്ന് വെച്ചാൽ എന്താണ്? റൈറ്റ് പി ഓഫ് എക്സ് as the product of two first degree polynomials. 4 first degree polynomials. സിമ്പിൾ അല്ലേടാ? നോക്കുക, എയും ബിയും. അപ്പൊ നോക്കണം, a + b എന്തായിരിക്കണം ഈ കണ്ടീഷനിൽ? -3 ആയിരിക്കണം. അതുപോലെ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? -4 ആയിരിക്കണം. അതായത് ഏതോ രണ്ട് സംഖ്യ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? -3 കിട്ടണം. ഏതോ രണ്ട് സംഖ്യ ഗുണിക്കുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 കിട്ടണം. അപ്പൊ മൈനസ് സിമ്പിൾ അല്ലേ? അപ്പൊ നോക്കട്ടെ, 1ഉം -4ഉം 1ഉം -4ഉം അല്ലേ? 1 × -4 1 + -4. അപ്പൊ നമുക്ക് ആ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? s² + 3x - 4 എന്ന് പറയുന്നത് x - x + 4. സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പം പോളിനോമിയൽസും പറഞ്ഞു. സെറ്റല്ലേ മക്കളെ? ഇപ്പൊ നമ്മൾ 14 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 15 ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ അല്ലേ? നോക്ക്, ഇതൊരു ക്വസ്റ്റ്യനൊക്കെ സിമ്പിൾ ആയിരുന്നില്ലേ മക്കളെ? താഴെ കമന്റ് ഒക്കെ ചെയ്യട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നും എന്താണ് നമ്മൾ ഇമ്പ്രൂവ് ഒക്കെ ചെയ്യേണ്ടെന്നുള്ള കാര്യം പറയട്ടോ. നോക്കേ, 15 ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ nth ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 3, 5, 7, 9. nth ടേം എന്താണ്? അതായത് 3, 5, 7, 9 എന്ന സമാന്തര ശ്രേണിയുടെ n-ാം പദം കണ്ടെത്തുക അല്ലെങ്കിൽ n-ാം പദം കാണുക. സീക്വൻസിലെ 3, 5, 7, 9 എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ അറിയില്ലടാ. dn + f - d 2n + 3 - 2. ക്വസ്റ്റിനുള്ള സാർ അതേപോലെ എടുത്ത് എഴുതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2n + 1 2n + 1. സെറ്റ് അല്ലേ? അപ്പം നമ്മൾ എ എന്ന സംഭവം സെറ്റ് ചെയ്തു. ഇനി ബി എന്താണ്? വേറൊരു സംഭവം. 3/7 5/7 7/7 9/7 എന്ന സമാന്തര ശ്രേണിയുടെ n-ാം പദം കണ്ടെത്തുക. എന്താണ്? ഫൈൻഡ് ദ nth ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 3/7 5/7 7/7. ഓക്കെ, എന്ത് ടൈം അല്ലേ കണ്ടെത്തേണ്ടത്? എന്ത് ടൈം എങ്ങനെ കണ്ടെത്തും? സെയിം ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? മുകളിൽ ഉപയോഗിച്ചത് x = dn + f - d. ഡിന്റെ വാല്യൂ ഇടുക. ഡി എങ്ങനെ കണ്ടുപിടിക്കും? എന്ത് ചെയ്താൽ ഏതെങ്കിലും രണ്ട് തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ പോരെ? ഡി കിട്ടൂലേ? ഡി കണ്ടുപിടിച്ചു, നമ്മൾ ടേംസ് ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n-ാം പദം കിട്ടിയില്ലേ? n-ാം പദം കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ 2n + 1 / 7. 2n + 1 / 7 അതാണ് n-ാം പദം. അതാണ് n-ാം പദം. നോക്കട്ടെ മക്കളെ. ഇനി മൂന്നാമത്തെ എന്താണ്? 3/7 5/7 7/7 9/7 എന്ന സമാന്തര ശ്രേണിയുടെ പൂർണ്ണസംഖ്യകളെല്ലാം എന്ന് വെച്ചാൽ എന്താണ്? ഓൾ ദ ഇന്റഗ്രൽ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ആർ ഓഡ്. ഓഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റ സംഖ്യകളാണ്. ഈ പ്രസ്താവന സമർത്ഥിക്കുക. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു? നമ്മൾ എന്താണ് ടൈം കണ്ടുപിടിച്ചില്ലേ? എന്താണ്? 2n + 1 / 7. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ആവണമെങ്കിൽ ഇന്റഗ്രൽ എന്തോ ഒന്നാവാം. ഓക്കെ, അറിയാലോ നമുക്ക് എന്താണ് ഓഡ് ഇന്റഗ്രൽ. അപ്പൊ എന്താണ്? ഇവിടെ നോക്കളെ, ഈ n നമുക്ക് കുറെ വാല്യൂ ഇട്ട് കൊടുക്കാം. സാറ് എന്താ 1 വാല്യൂ എടുത്തു. 2 × 1 + 1 / 7. അപ്പൊ എന്താണ്? 3/7 ഓടാണോ? അല്ല. അപ്പം ഇനി എന്താണ്? ഇതേപോലെ എന്ത് ചെയ്യുക? ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് മനസ്സിലാവൂടോ? 2n + 1 ഈസ് ആൾവേസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 7. എങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവത്തുള്ളൂ. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി നോക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കൂക്കളെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മുടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഈ ഫിഗറിൽ നിന്ന് കുറെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ ആംഗിൾസ് കണ്ടുപിടിച്ചൂടെ? നോക്കൂക്കളെ, ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ AOC. ഏതാണ് AOC? AOC ഇതൊരു സർക്കിൾ അല്ലേ? OA എന്ന് പറയുന്ന റേഡിയസ് അല്ലേ?
സോറി, ഒ എന്ന് പറയുന്ന റേഡിയസ് അല്ലേ, ഒ സി എന്ന് പറയുന്നതും റേഡിയസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ, ആംഗിൾ സി എന്ന് പറയുന്ന 40 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും സെയിം ആയിരിക്കും 40. ഇത് രണ്ടും 40 ആണെങ്കിൽ ഇത് 100 ആയിരിക്കും. കാരണം എന്താണ്? ടോട്ടൽ ആംഗിൾ ഈസ് 180. ടോട്ടൽ ആംഗിൾ ഈസ് 180. സോ റിമൈനിങ് എത്രയാണ്? 100. അതാണ് ആംഗിൾ AOC 100. 100. ഇത് 100 കിട്ടി. ഇനി എന്താണ്? ആംഗിൾ ഡി. ഓയുടെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ആംഗിൾ ഡി. അതായത് ഓയുടെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ആംഗിൾ ഡി. ഇത് 100 ആണെങ്കിൽ ഡി എന്ന് പറയുന്നത് 100ന്റെ ഹാഫ് ആയിരിക്കൂല മക്കളെ. സോ 50, 50. യൂണിറ്റ് ഈസ് മസ്റ്റ്. യൂണിറ്റ് മസ്റ്റ് ആയിട്ട് ഇടണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ഇനി ആംഗിൾ ബി. ഇതാണ് ആംഗിൾ ബി. നോക്കളെ, ആംഗിൾ ബി. സാർ നോക്കേ, ആംഗിൾ ബി. ഈ ഡിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ആംഗിൾ ബി. ഈ ഡിയുടെ ഇവിടെ നോക്കളെ, ഈ ഡിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ബി മനസ്സിലാവുന്നുണ്ടോ? ഈ ഡിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ആംഗിൾ ബി. അപ്പോൾ റിലേഷൻ എന്താ? ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടുന്ന സമയത്ത് 180 കിട്ടണം. ആംഗിൾ ഡിയും ആംഗിൾ ബിയും അഡിഷൻ ചെയ്യുന്ന സമയത്ത് 180 കിട്ടണം. സെറ്റല്ലേ? അപ്പോഴാണെങ്കിൽ ഇത് ആൾറെഡി നമുക്കറിയാം വാല്യൂ 180 കിട്ടണം. അപ്പോൾ 180 - 50 എത്രയും നോക്കിയാൽ മതി, കിട്ടി. സെറ്റല്ലേ? നോക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കേ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കറിയാം 40 എന്നറിയാം. നമുക്കെന്തറിയാം? 40. ശ്രദ്ധിക്കളെ, ഇത് 40 എന്നറിയാം. സാർ എഴുതി 40. ഇത് 20. അപ്പം എത്ര? 60 ആയില്ലേ? എത്രയായി? 60 ആയില്ലേ? ഇതൊരു പോയിന്റ് അല്ലേ? ഇത് പോയിന്റ് എന്നുള്ള ടാൻജന്റ് അല്ലേ? ഇതൊരു ടാൻജന്റ് അല്ലേ? ഇതൊരു ടാൻജന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 90 അല്ലേ ആംഗിൾ വരിക? ടോട്ടൽ ആംഗിൾ 90 അല്ലേ? 40 ആണ്, 20 ആണ്. അപ്പം 40 + 20 എന്ന് പറയാൻ എത്ര മക്കളെ? 60 അല്ലേടാ? എത്ര? 60 അല്ലേ? 90 - 60 എന്ന് പറയുന്നത് 30. 90 - 60 എന്ന് പറയുന്നത് 30. സെറ്റല്ലേ? നോക്കൂ മക്കളെ, പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. സിമ്പിൾ അല്ലേ? അതായത് പറയും 2 ബോക്സ് ഉണ്ട്. എത്ര ബോക്സ് ഉണ്ട് മക്കളെ? 2 ബോക്സ് ഉണ്ട്. ഒരു പെട്ടിയിൽ 25 കറുത്ത പന്തുകൾ. എത്ര? ഫസ്റ്റ് ബ്ലോക്കിന് എഴുതി 25 ബ്ലാക്ക്, 5 വെളുത്ത പന്ത്, 5 വൈറ്റ്. മറ്റൊരു പെട്ടിയിൽ 10 ബ്ലാക്ക്, 40 വൈറ്റ്. അങ്ങനെയാണെങ്കിൽ 2 പെട്ടികളിൽ നിന്നും ഓരോ പന്ത് വീതം എടുക്കുന്നു. നോക്കടക്കളെ, the second box containing 100 black and 40 whites, 1 ball is taken from each box. What is the probability of getting? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ്? 2ഉം കറുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? 2ഉം കറുത്തതാകാനുള്ള സാധ്യത നോക്കളെ. ഇവിടെ 25 ബ്ലാക്ക് ഇല്ലേ? 25 × 10. ഇവിടെ 10 ഇല്ലേ? ടോട്ടൽ ഇവിടെ എത്രയുള്ളേ? 30 × 50 അല്ലേ? മീൻ 1500 അല്ലേടാ? അപ്പം ചെയ്തൂടെ? കിട്ടൂലേ? നോക്കേ, രണ്ടാം ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ പെട്ടിയിൽ നിന്ന് കറുത്ത പന്തും, അതായത് 2 ബോക്സ് ഉണ്ട്. ആദ്യത്തെ പെട്ടി നമ്മൾ എന്ത് ചെയ്തു? കറുത്ത പന്തെടുത്തു. രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് വെളുത്ത പന്തെടുത്തു. ആദ്യത്തെ പെട്ടിയിൽ നിന്ന് എന്ത് ചെയ്തു? ആദ്യത്തെ പെട്ടിയിൽ നിന്ന് കറുത്ത പന്തെടുത്തു. രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് വെളുത്ത പന്തെടുത്തു. എങ്കിൽ വെളുത്ത പന്ത് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഞാൻ ഒരു ബോക്സിൽ നിന്ന് കറുപ്പ് എടുക്കുന്നു, വെളുപ്പ് എടുക്കുന്നെങ്കിൽ വെളുത്തത് കിട്ടാനുള്ള പ്രോബബിലിറ്റി. സെറ്റല്ലേ? അപ്പം ചെയ്തൂടെ? 25 × 40. കാരണം ആദ്യത്തെ എന്താ എടുക്കുന്നേ? കറുത്ത പന്ത്. ആദ്യത്തെ പെട്ടിയിൽ എത്ര കറുത്ത പന്തുണ്ട്? 25. എത്ര കറുത്ത പന്തുണ്ട്? 25, 25. രണ്ടാമത്തേൽ എത്ര വൈറ്റ് ഉണ്ട്? 40. അവിടെ ബ്ലാക്ക് ആണ് എടുക്കുന്നത്, അല്ല വൈറ്റ് ആണ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പം ആൻസർ കിട്ടും. ഇനി എന്താണ്? ടോട്ടൽ 1500 അല്ലേ? നമ്മൾ ആൾറെഡി കണ്ടെത്തിയില്ലേ? ഈ 30 × 50 എഴുതേണ്ട കാര്യമില്ല, നമുക്ക് മനസ്സിലാൻ വേണ്ടി സാർ എഴുതിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്തെന്താണ്? ഒന്ന് കറുത്ത പന്തും മറ്റേത് വെളുത്ത പന്തും ആകാനുള്ള സാധ്യത എന്താണ്? ഒന്നിൽ നിന്ന് കറുത്ത പന്തും ഒന്നിൽ നിന്ന് വെളുത്ത. നോക്കളെ, ഈ കറുത്ത പന്ത് 2 ബോക്സിൽ ഏതിൽ നിന്ന് കിട്ടിക്കൂടെ? ആദ്യത്തെ ബോക്സിൽ നിന്നും കറുത്തത് കിട്ടാം, രണ്ടാമത്തെ ബോക്സിൽ നിന്നും കറുത്തത് കിട്ടാം, അല്ലേ? അതുപോലെ എന്താണ്? വെളുത്ത പന്തും രണ്ടിടത്തും കിട്ടിക്കൂടെ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 25 × 40 + 5 × 10 ഡിവൈഡഡ് ബൈ 1500. അപ്പം ആൻസർ സെറ്റ് അല്ലേ? പ്രോബ്ലം ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ?
നോക്കൂക്കളെ, അടുത്ത ദിവസം നോക്കടാ. ഒരു ചിത്രം തന്നിട്ടുണ്ട്. നോക്കൂക്കളെ, ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. O എന്ന് പറയുന്നത് എന്താണ്? സെന്റർ ആണ്. കോർഡിനേറ്റ്സ് ഓഫ് എൻ പോയിന്റ് ഡയമീറ്റർ AB കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. 2 -2 3 എന്നും 4 11 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ? വൃത്തകേന്ദ്രം ഓയുടെ സൂചക അടയാളങ്ങൾ. വൃത്തകേന്ദ്രം O ഏത് പോയിന്റിലായിരിക്കും എന്ന ചോദ്യം. നോക്കൂടെ, 5 എന്ത് ചെയ്താൽ മതി? -2 + 4 / 2. അപ്പൊ നമുക്ക് കമ്പോണന്റ് കിട്ടും. y കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടിയാ പോരെ, 3 + 11/2. സിമ്പിൾ അല്ലേ? ഇതിനെന്ത് ചെയ്യാ? സിമ്പിൾ ഫോർമുല എഴുതാം. സെറ്റല്ലേ? ഇനി നോക്കൂക്കളെ, ആരം മീൻസ് എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് ഈ ദൂരമല്ലേ റേഡിയസ് എന്ന് പറയുന്നത്? ഈ ദൂരമല്ലേ അല്ലെ? ഈ റേഡിയസ് നമ്മളെന്താ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാ പോരെ? ഡിസ്റ്റൻസ് ഫോർമുല സാർ ഉപയോഗിച്ചിട്ടില്ലേ? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുമ്പോൾ ആൻസർ കിട്ടൂലേ? റേഡിയസ് എന്താ മക്കളെ? ഇതല്ലേ, ഒന്നെങ്കിൽ ഇതാവാം റേഡിയസ്, അല്ലെങ്കിൽ ഇതാവാം റേഡിയസ്. നമ്മൾ O എന്ന പോയിന്റ് കണ്ടെത്തി. നമുക്ക് ഇതിൽ ഏതാണോ കംഫർട്ടബിൾ? 411 ആണോ ഉപയോഗിക്കാൻ കംഫർട്ടബിൾ? അത് ഉപയോഗിക്കാം. ഇനി ഇതാണോ ഉപയോഗിക്കാൻ? ഇത് എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുക, കണ്ടെത്തുക. സെറ്റല്ലേ? ഇനി എന്താണ്? വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. നോക്കണം നമ്മളെ, എങ്ങനെയാ സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? x - x1 the whole square plus y - y1 the whole square എന്ന് പറയുന്നത് r² അല്ലേടാ? ഇതല്ലേ ഇക്വേഷൻ? ഇവിടെ x1 എന്ന് പറയുന്നത് -1 ഉം y1 എന്ന് പറഞ്ഞ 7 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ മക്കളെ? r ഇവിടെ എത്രയാടാ? 5 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ പോരെ? അപ്പൊ ഇക്വേഷൻ കിട്ടൂലേ? ഇക്വേഷൻ സെറ്റല്ലേ? അതായത് വൃത്തത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? x - x1 the whole square plus y - y1 the whole square = r². നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടെത്താം. സെറ്റല്ലേ? നോക്കട്ടെ, ഒരു സമചതുര സ്തൂപികയുടെ ചരിവ് ഉയരം 15 സെന്റിമീറ്റർ ആണ്. സമചതുര സ്തൂപികയുടെ ചരിവ് ഉയരം 15 സെന്റിമീറ്ററും പാർശ്വതല പരപ്പളവ് 270 ചതുര സെന്റിമീറ്ററുമാണ്. എന്ന് വെച്ചാൽ slant height of a square pyramid is 50 centimeter and its lateral surface area is 270 square centimeter. എങ്കിൽ ബേസ് സജ്ജതാണ്. നിങ്ങൾക്ക് അറിയില്ല, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയില്ല, പക്ഷെ പേടിക്കേ വേണ്ട. ഡിസ്റ്റൻസ് എടുത്ത് എഴുതുക. ഐ മീൻ തന്നിട്ട് ഡേറ്റാസ് ഇതാ. ലെന്ത് ഇവിടെ തന്നിട്ടുണ്ട്, സാർ എടുത്ത് എഴുതി. പരപ്പളവ് തന്നിട്ടുണ്ട്, സാർ എഴുതി. മതി. നമുക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 1/2 മാർക്ക് കിട്ടും. ഷുവറാണ്, ഉറപ്പാണ്. ട്രസ്റ്റ് മീ, 1/2 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് അറിയില്ല ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരിക്കലും മാത്സിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്ട് വിടരുത്. ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, എല്ലായിക്കോട്ടെ, ലെന്തായിക്കോട്ടെ, എന്തായിക്കോട്ടെ, പരപ്പളവൊക്കെ ആയിട്ടെ, വിശദമായിക്കോട്ടെ, ഏരിയ ആയിക്കോട്ടെ, ഏത് ടൈമും അത് മലയാളം മീഡിയം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ, സാധനം എടുത്തെഴുതുക, വസ്തുതമായിട്ട് എടുത്തെഴുതുക. അങ്ങനെ എടുത്തുന്ന സമയത്ത് അതിന് മാർക്ക് കിട്ടും മക്കളെ, ഉറപ്പാണ്, ഷുവറാണ്, മാർക്ക് കിട്ടും. അപ്പം പാർശ്വതല പരപ്പളവ്, അതിന് ഇക്വേഷൻ എന്താണ്? 2AL. അല്ലെങ്കിൽ എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2AL ആണ്. 2AL = 270. സെറ്റല്ലേ? നമുക്ക് എന്താണ് ആവശ്യം? AL ആവശ്യം. A കണ്ടുപിടിച്ചൂടെ? A ഇക്വേഷൻ അപ്പുറത്തോട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? A എന്ന് പറയുന്നത് നമുക്ക് 9 കിട്ടും. A എന്ന് പറയുന്നത് എത്ര കിട്ടും? 9. എത്ര കിട്ടും? 9. യൂണിറ്റ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? ഹൈറ്റ്. എന്താണ് വേണ്ടത്? ഹൈറ്റ്, ഉയരം. ഹൈറ്റ് സ്ക്വയർ = L² - A/2 the whole square. Height square = L² - A/2 the whole square. സെറ്റല്ലേ? അപ്പോൾ ഇക്വേഷൻ ഇട്ടേ. L² നമുക്കറിയാം, A അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മക്കളെ. അപ്പം ആൻസർ കിട്ടൂലടാ. ഇനി ആൻസർ കിട്ടൂലേ? ആൻസർ കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ആൻസർ നോക്കണേ. H എത്രയാണ്? 15 അല്ലേ? A/2 തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടെത്തുക. സെറ്റോസ്കി അല്ലേ? ഇനി നോക്കിയേ, വ്യാപ്തം മീൻസ് വോളിയം. എന്താണ് വോളിയം? നോക്കട്ടെ, വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം = 1/3. വോളിയം 1/3 എന്താണ്? A²H. വോളിയം = 1/3 A²H. അപ്പൊ വോളിയം = എന്താണ്? A² നമുക്കറിയാടാ, H അറിയാടാ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരാടാ. നോക്കടാ, സാർ ശരിക്കും നോക്കടാ.
1/3 ഇൻറ്റു 9 ഇൻറ്റു 9. ഇവിടെ 9ഉം 9ഉം 3 വെട്ടി കൂടെ, സിമ്പിളായി ചെയ്തുകൂടെ. അപ്പൊ 3 ഇൻറ്റു 9 എന്ന് പറയുന്നത് എന്താണ്? √819 ഡിവൈഡഡ് ബൈ 2. ഇനി വ്യാപ്തം യൂണിറ്റ് എന്താണ്? വ്യാപ്തം ഐ മീൻ വോളിയം എന്താണ്? വോളിയം. നോക്കുകളെ, വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ക്യൂബ്. എന്ത് സെന്റിമീറ്റർ ക്യൂബ് വന്നു, മീറ്റർ ക്യൂബ് വന്നില്ല? കാരണം ക്വസ്റ്റ്യനിൽ എന്താണ്? സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ. ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കൂ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പം തന്നെ തരുന്നു കേട്ടോ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ എന്താണ്? PQR is an equilateral triangle എന്ന് വെച്ചാൽ സമഭുജ ത്രികോണം. എന്നാൽ എല്ലാ വശവും ഈക്വൽ. ഇത് തന്നെയായിരിക്കും ഇത് എല്ലാ വശവും ഈക്വൽ. അതാണ് എന്താണ്? ഇക്വലേറ്റർ ട്രയാങ്കിൾ. വൃത്തത്തിന്റെ വ്യാസമാണ് AB. ഐ മീൻ ഡയമീറ്റർ ആണ്. എന്ത്? AB എന്ന് വേണം. സർക്കിൾ ഡയമീറ്റർ ആണ് AB. PQ എന്താണ്? പെർപെൻഡിക്കുലർ. PQ യുടെ മക്കളെ കാണിക്കുമക്കളെ. PQ വാടാ. PQ എന്ന് പറയാം. എന്താണ് PQ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു എന്താണ്? AB. ഇതാണ്. അപ്പം ഇവിടെ ആംഗിൾ 90 ആയിരിക്കൂല മക്കളെ, അല്ലേ? പെർപെൻഡിക്കുലർ ആംഗിൾ 90 ആയിരിക്കൂല. PA എന്ന് പറയുന്നത് നോക്കുക, ഈ ഫൈവ് PA എന്ന് പറയുന്നത് 9. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PQ? ഇതല്ലേടാ PQ. സിമ്പിൾ അല്ലേ? ഇക്വലേറ്റർ ട്രയാങ്കിൾ അല്ലേ? ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ടോട്ടൽ 18 ആണെങ്കിൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 ഡിവൈഡ് ചെയ്യുക 6. പെരിമീറ്റർ 80 ആണ്. ഇതൊരു ഇക്വലേറ്റർ ട്രയാങ്കിളും ആണ്. അങ്ങനെയാണെങ്കിൽ PQ എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ഒരു വശമാണ്, സമഭുജ ത്രികോണ വശമാണ്. 80/3 6. ഇനി PB യുടെ നീളം കണക്കാക്കുക. PB മീൻസ് എന്താണ്? PB. ഇത് റിലേഷൻ എന്താണ്? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. PA is equal to PB into PQ². ഈ റിലേഷൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ചില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി എന്താണ്? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇതല്ലേ റേഡിയസ് അല്ലേ? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടിച്ചൂടെ? റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്റർ ടോട്ടൽ. അതായത് AB എന്ന് ഡയമീറ്റർ അല്ലേ? AB എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ഓക്കെ, റേഡിയസ് നമ്മുടെ എന്തായിരിക്കും ഇവിടെ? ഡയമീറ്ററിന്റെ ഹാഫ് ആയിരിക്കില്ല റേഡിയസ്. ഡയമീറ്ററിന്റെ ഹാഫ് അല്ലേ റേഡിയസ്? സെറ്റ് അല്ലേ? അപ്പോൾ റേഡിയസ് കണ്ടുപിടിച്ചൂടെ? 20 സെറ്റ് അല്ലേ മക്കളെ? ക്വസ്റ്റ്യൻ ചെയ്യുന്നു വിശ്വസിക്കുന്നു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇത് സിമ്പിൾ അല്ലേടാ? സാറ് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ ചെയ്യൂലേ? സിമ്പിൾ അല്ലേ? എന്താണ്? ആളുകളെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചാൽ എത്രാമത്തെ ആളുകളാണ് മധ്യമം എടുക്കുന്നത്, മീഡിയൻ ആയിട്ട് എടുക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ചെയ്തിട്ടുണ്ടാവില്ലടാ? എന്താണ്? 25. നോക്കേ, എത്ര ആൾക്കാരുണ്ട്? ടോട്ടൽ 25 ആണ്. പ്ലസ് 1/2 ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പം 13ാമത്തെ ആളിന്റെ ഭാഗമാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? മീഡിയൻ ആയിട്ട് എടുക്കുക. സെറ്റ് അല്ലേ? ഇനി ആസ് പെർ ദ അസംഷൻ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് 10%. കണ്ടുപിടിക്കാലോ? ഇനി എന്താണ്? ഫൈൻഡ് ദ മീഡിയൻ വെയിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? മീഡിയൻ വെയിറ്റ്. അപ്പം കിട്ടൂലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഡയറക്റ്റ് അല്ലേ? ഇനി നോക്കേ, ഡ്രാ എ ഇക്വലേറ്റർ ട്രയാങ്കിൾ സൈഡ് ഓഫ് 7 centimeter. ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ ആൻഡ് മെഷർ ദ റേഡിയസ്. സിമ്പിൾ അല്ലേ? വരച്ചിട്ടുണ്ടാവില്ല എല്ലാ മക്കളും? അളവെടുക്കുക, വരക്കുക. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന കാര്യമല്ലേ? ഇനി അടുത്ത് നോക്കടാ. ചിത്രത്തിൽ എന്താണ്? AB വ്യാസമായ വൃത്തത്തിന്റെ കേന്ദ്രമാണോ? ചിത്രത്തിൽ AB വ്യാസമായ വൃത്തത്തിന്റെ കേന്ദ്രമാണോ? ഇതാണോ? ഫിഗർ നോക്കുകളെ, ഇതാണ് കേന്ദ്രം. ഇതാണോ അല്ലെ? OP എന്ന് പറയുന്നത് ഇവിടെ OP ഇവിടെ OP. ഈ OP എന്ന് പറയുന്നത് 4 ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ OPA ഇതെന്ന് പറയുന്നത് എന്താണ്? 30. സെറ്റ് അല്ലേ? ടാൻജന്റ് ആണ്. പെർപെൻഡിക്കുലർ ആക്സിസ് എങ്കിൽ മെഷർ ഓഫ് ആംഗിൾ OAP. ടാൻജന്റ് അല്ലേടാ? അല്ലേ? ഇത് 90 അല്ലേ? ഇത് 30 അല്ലേ? ടോട്ടൽ 180 അല്ലേ? അപ്പോൾ 60 ആയിരിക്കൂലേ? അല്ലേ? 60 ആയിരിക്കൂലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? OAP is equal to 90. ടാൻജന്റ് അല്ലേ? ഇനി റേഡിയസ് ഓഫ് OA നോക്കടാ. OA ഇതല്ലേ റേഡിയസ് അല്ലേ? ഇതല്ലേ റേഡിയസ്? ഇത് 2 യൂണിറ്റ് അല്ലേ? അപ്പൊ ഇതും 2 യൂണിറ്റ് ആയിരിക്കുമല്ലേ? റേഡിയസ് എത്രയായിരിക്കും? 2 യൂണിറ്റ്സ്. റേഡിയസ് എത്രയായിരിക്കും? 2 യൂണിറ്റ്. സെറ്റ് അല്ലേ? ഇനി
ലെങ്ത് ഓഫ് ക്യൂ ബി എന്താണ്? ഇതല്ലേ ക്യൂ ബി, ഇതല്ലേ ക്യൂ ബി, ക്യൂ ബി, ക്യൂ ബി. ക്യൂ ബി എന്തായിരിക്കൂടാ? ഇതൂടെ 60 അല്ലേ? ഇത് 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കൂലേ അപ്പാ? ഇത് 60 ആണ്, 60. അപ്പൊ എന്തായിരിക്കും? നമുക്കറിയാം റിലേഷൻ വെച്ച് ഇത് കൂടെ റിലേഷൻ വെച്ച് എന്തായും √3 എന്ന് വരൂലേ? റിലേഷൻ വെച്ച് വരും √3, റിലേഷൻ വെച്ച് എന്തായും √3. ഇനി എന്താണ് വേണ്ടത്? കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ബി. കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ബി. ഇത് ഈ പോയിന്റ് ബിയിലെ കോർഡിനേറ്റ്സ്. ലെന്ത് കിട്ടിയില്ലടാ, √3 കിട്ടിയില്ലേ? ഇനി എന്താണ്? മൈനസ് നോക്കേ 1 അല്ലേ? ഇനി എന്താണ്? O എന്ന് പറയുന്നത് ക്യൂ ബി എന്താണ്? സോറി എന്താണ്? ബി എന്ന ബിന്ദുവിന്റെ സൂചന എഴുതാം. നോക്കട്ടെ, ബി അല്ലേ? ബിന്റെ എന്താക്കിയാണ് നമുക്ക് കിട്ടുന്നത്? എന്താണ്? 1ഉം 3, 1ഉം 3, 1ഉം 3, 1ഉം 3, 1 √3 ആണോ? അല്ല. 1ഉം √3 ആണോ? അല്ല. കാരണം എന്താണ്? ബി ഇരിക്കുന്ന എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ? നെഗറ്റീവ് സൈഡിലല്ലേ? ഇതല്ലേ പോസിറ്റീവ് എന്ന് പറയുന്നത്? നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതണം? -1 √3, -1 √3. നോക്കളെ, നോക്കളെ, ഞാൻ സാറോട് എഴുതിയിട്ടുണ്ട്. പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. ആംഗിൾ OAP എന്ന് പറയുന്നത് എന്താണ്? 60, 30, 60, 90. അതിന്റെ നമ്മുടെ റിലേഷൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ അതായത് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 30, 60, 90 ആണെങ്കിൽ പഠിച്ചിട്ടില്ലേ? അതിന്റെ സൈഡ് റേഷ്യോ എന്തായിരിക്കും? 1:√3 √2 നമുക്ക് കണ്ടെത്തുക. അതേ സെയിം കാര്യം 60, 60, 90 1:√3 അല്ല 1:√3 ഓക്കെ മക്കളെ, നമുക്കതും കിട്ടൂലേ? കോർഡിനേറ്റ് ചെയ്ത കോർഡിനേറ്റ് നെഗറ്റീവുള്ള കാര്യം എന്താ? നെഗറ്റീവ് ക്വാഡ്രന്റ് ആണ്, മീൻ നെഗറ്റീവ് സൈഡിലേക്കാണ് ഉള്ളത് ഗ്രാഫിന്റെ. സെറ്റല്ലേടാ? സെറ്റല്ലേ? നോക്കട്ടെ, ചുവടെ കൊടുത്ത സമാന്തര ശ്രേണി 1 6, 11, 60, 70. ഇത് എന്തല്ലടാ? ഇതെന്തല്ല? ഈ ശ്രേണി 2 എന്ന് പറയുന്നത് എന്തല്ല? ഒരു സമാന്തര ശ്രേണിയല്ല. ശ്രേണി 2 സമാന്തരം. ക്വസ്റ്റ്യൻ എന്തല്ല? നമുക്ക് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ല? ക്വസ്റ്റ്യൻ റോങ് ആണ്. ഓക്കെ, ഇനി നോക്കൂടെ, ലൈൻ ഇക്വേഷൻ. ഒരു ലൈൻ തന്നിട്ടുണ്ട്. എ ലൈൻ പാസ് ത്രൂ ദ പോയിന്റ് 4, 0 and 6, 1. 4, 0 and 6, 1. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സിമ്പിൾ അല്ലേ? സ്ലോപ്പ് എന്താണ്? m is equal to y2 minus y1 divided by x2 minus x1. y2 minus y1 divided by x2 minus x1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചരിവ് കിട്ടിയില്ലേ? സ്ലോപ്പ് കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? സ്ലോപ്പ് കിട്ടിയില്ലേ? ഇനി വരയുടെ സമവാക്യം എഴുതുക. സിമ്പിൾ അല്ലേ? വരയുടെ സമവാക്യം എന്താണ്? ഇവിടെ എഴുതിക്കൂടെ? x minus 0 ഡിവൈഡഡ് ബൈ x minus 4 ഡിവൈഡഡ് ബൈ x minus 4 എന്ന് പറയുന്നത് 1/2 എന്താണ്? 1/2. അതിനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? x minus 2y minus 4 is equal to 0. അതിലെ വരയുടെ എല്ലാം ഡയറക്റ്റ്. നോക്കിയേ, ഇനി ഈ വരയിലെ ഒരു ബിന്ദുവാണ് A7. ബിന്ദുവാണ് A7 എങ്കിൽ A എത്രയാണ്? കൺസിഡർ ചെയ്യുക. ഈ വരയിൽ ഒരു പോയിന്റ് ആണ് A7 എന്ന് കൺസിഡർ ചെയ്യുക. നോക്കട്ടെ, ലൈൻ ഉണ്ട്, ആ ലൈനിൽ ഒരു പോയിന്റ് ആണ് A7 എന്ന് കൺസിഡർ ചെയ്യുക എങ്കിൽ A എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. A എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. നോക്കൂക്കളെ, എഴുതിക്കൂടെ? A minus 2 into 7 minus 4 is equal to 0. കത്തില്ലേ? A into 2 minus A minus 2 into 7 minus 4 is equal to 0. എന്ന് എയിലെ കണ്ടുപിടിക്കേണ്ടത്. എയുടെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടൂടാ? 18. എത്ര കിട്ടും? 80. 18. ഇനി ഈ വര y അക്ഷത്തെ മുറിച്ച് കടക്കുകയാണെങ്കിൽ ബിന്ദുവിന്റെ സൂചക സംഖ്യ എഴുതുക. നോക്കടാ, ഇതല്ലേ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ y അക്ഷത്തിനെ മുറിച്ച് കടക്കുക എന്നാ പറയുന്നത്. ഈ y അക്ഷം ഇതാണ് y അല്ലെ മക്കളെ? ഇത് x അല്ലേ? അല്ല മക്കളെ, ഇത് x അല്ലേ മക്കളെ? ഇത് x ആണ്, ഇത് y. ഇങ്ങനെ y ഇത് എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സൂചക സംഖ്യ ഇതിക്കൂടെ. അപ്പം x എന്തായിരിക്കും? 0 ആയിരിക്കില്ല. അപ്പൊ നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. y മുറിച്ച് കടക്കും. ഇതാണ് ഫിഗർ. അപ്പൊ x എന്തായിരിക്കും? 0. y മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് y കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിങ്ങൾ x-ന്റെ 0 മാത്രം എഴുതിയാൽ ഹാഫ് മാർക്ക് കൺസിഡറേഷൻ ഉണ്ടാവും. സോ നിങ്ങൾ മാത്സിൽ കറക്റ്റ് ആൻസറിലേക്ക് എത്തേണ്ട. നിങ്ങൾ ട്രൈ ആക്കി എന്ന് വിചാരിച്ചിരുന്നാലും നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ നോക്കുക, അങ്ങനെ എന്താണ്? 0 - 2 എഴുതിക്കൂടെ? 0 - 2. കാരണം വൈൻ്റെ വില നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. 0 - 2y - 4 is equal to 0. 2y is equal to 4. അപ്പൊ 2y is equal to -4. y is equal to -4/2 എന്ന് പറയുന്നത് -2. എന്തുകൊണ്ട് x ഇവിടെ 0 എന്ന് സാറ് പറഞ്ഞു. ഇതാണ് ഗ്രാഫ്. മുറിച്ച് കിടക്കുന്നു. y മാത്രമേ ഉള്ളൂ, x ഇല്ല. സോ 0. സെറ്റല്ലേ? നോക്കേ, 26 ക്വസ്റ്റ്യൻ.
Find the volume of the sphere with radius 10 centimeter. Find the volume of a sphere with radius 10 centimeter. ആരം 10 സെന്റിമീറ്റർ ആയ ഗോളത്തിന്റെ വ്യാപ്തം എത്ര? ആരം 10 സെന്റിമീറ്റർ എത്രയാടാ? 10. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് മാത്സിൽ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയില്ല. ഞാൻ 10 പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്സിന് എല്ലാ പരീക്ഷ സമയത്തും മാർക്ക് ഭയങ്കര കുറവായിരുന്നു. അപ്പം ഇങ്ങനെ സമയത്തായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വിജിരുന്ന പേര്. ഓൻ എന്നോട് പറഞ്ഞു, എടാ അവൻ ഷാനും നല്ല മാത്സിൽ നല്ല മാർക്കുണ്ട്. അവൻ പറഞ്ഞു, നിനക്ക് ആൻസർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ എന്ത് ചെയ്താൽ മതി, വഴികൾ എഴുതാം. വഴി മീൻസ് വേ. നിനക്ക് ആൻസർ എത്തിപ്പോട്ടെ, നീ വേ എഴുതാം. എനിക്ക് അതിനു മുമ്പ് കിട്ടിയതിനെക്കാട്ടും നല്ല മാർക്ക് എന്ത് അടുത്ത എക്സാമിന് കിട്ടി. അപ്പം എനിക്ക് അന്ന് മനസ്സിലായ കാര്യമാണ്, മാത്സ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ സാധനം. നിങ്ങൾക്ക് ഈ കാര്യം എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന മക്കളെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മാർക്ക് മേടിക്കാൻ പറ്റും. ഒന്നും അറിയാത്ത മക്കളാണെന്ന് വിചാരിക്കുക, 1 മാർക്ക് ഷുവർ ഷോട്ടാണ്. നിങ്ങൾ 6 എടുത്ത് എഴുതി, വ്യാപ്തം സംഭവം എഴുതി, എല്ലാം എഴുതി അറ്റൻഡ് ചെയ്തു, ഹാഫ് മാർക്ക് കിട്ടി, 1 മാർക്ക് കിട്ടില്ലേ? 4 മാർക്ക് 1 മാർക്ക് കിട്ടി, ചുമ്മാ കിട്ടും. 0 മാർക്കിൽ നിന്ന് 1 മാർക്ക് എങ്ങനെ ഉണ്ടാവും? സോ ഓക്കെ, വ്യാപ്തത്തിന് ഇക്വേഷൻ എന്താണ് മക്കളെ? 4/3 πr³. 4/3 πr³. 6 തന്നിട്ടുണ്ട്. പൈന്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈന്റെ വാല്യൂ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. ഇനി പാദ ആരം എന്താണ്? ഫൈൻഡ് ദ വോളിയം ഓഫ് കോൺ വിത്ത് ബേസ് റേഡിയോ ഓഫ് കോൺ. വീണ്ടും അഗെയിൻ കോൺ. വോളിയം ഓഫ് കോൺ വിത്ത് ബേസ് റേഡിയസ് ഓഫ് 4 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഓഫ് 5 സെന്റിമീറ്റർ. പാദ ആരം 4 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമായ വൃത്തസൂചികയുടെ വ്യാപ്തം കണ്ടെത്തുക. എന്താണ് അതിന്റെ വ്യാപ്തത്തിനാണ്? 1/3 πr²h. എല്ലാം തന്നിട്ടില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഹൗ മെനി കോൺ വിത്ത് ബേസ് റേഡിയസ് ഓഫ് 4 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് സെന്റിമീറ്റർ നോക്കട്ടെ. ആരം 10 സെന്റിമീറ്റർ ആയ ലോഹം കൊണ്ടുണ്ടാക്കിയ കട്ടിയായ ഗോളം ഉരുക്കി ആ ലോകത്തിന്റെ ഉരുക്കുന്നു. പാദാര 4 സെന്റിമീറ്റർ ഉയരവും 5 സെന്റിമീറ്റർ എത്ര വൃത്തസൂചികൾ ഉണ്ടാക്കാം? ആ ഗോളത്തിന് ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്നു. എന്തെന്നാ മതി? വൃത്തസൂചികയുടെ വ്യാപ്തവും ഗോളത്തിന്റെ വ്യാപ്തവും ഈക്വൽ ആയിരിക്കൂലേ? ആണല്ലോ. എന്ന് പറയുന്നത് n എത്ര എണ്ണം ഉണ്ടാക്കാം. ഓക്കെ, നമുക്കത് വൃത്തസൂചിക ഉണ്ടാക്കണം ഗോളത്തിന്റെ വ്യാപ്തത്തെ ഉപയോഗിച്ച്. അത് ഈക്വൽ ആയിരിക്കൂലേ? കാരണം ഇതിൽ നിന്നാണല്ലോ അത് ഉണ്ടാക്കുന്നത്. അതായത് ഇതിൽ നിന്നാണ് അതുണ്ടാക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് എത്ര ഉണ്ടാക്കാൻ പറ്റും നോക്കിയാൽ പോരെ. ഈ വ്യാപ്തം കൊണ്ട് മറ്റേ വ്യാപ്തം വെച്ച് എത്ര ഉണ്ടാക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അതാണ് n വൃത്തസൂചികയുടെ വ്യാപ്തം ഇസിക്കൽ ടു ഗോളത്തിന്റെ വ്യാപ്തം. എന്ന് വെച്ചാൽ n × 80π/3 ഇസിക്കൽ ടു 4000π/3 എന്നപ്പം n വാല്യൂ കിട്ടും. എത്ര കിട്ടും? n വാല്യൂ കിട്ടും. സെറ്റല്ലേ? മക്കളെ, നമ്മളിപ്പോൾ 26 ക്വസ്റ്റ്യൻ സംസാരിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടെ ദാ വന്നു. നോക്കളെ, 27. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്, n² + 5n. ആദ്യത്തെ 4 പദങ്ങളുടെ തുക എത്ര? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്. സിമ്പിൾ അല്ലേ? Sn എന്ന് പറയുന്നത് n² + 5n. 4 അല്ലേ? 4 എടുത്തിട്ട് കൊടുക്കാം. സിമ്പിൾ. 4 ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മാത്സിൽ ഇങ്ങനെ ഇക്വേഷൻ തന്നു, നിങ്ങൾക്ക് എക്സും വൈ ഒക്കെ ഉള്ളൊരു ഇക്വേഷൻ തന്നു, എന്തോ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? അവിടെ എന്നോ എക്സോ എന്തെങ്കിലും ഒരു ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്താ മാത്സിൽ മോസ്റ്റ് ചാൻസും അങ്ങനത്തെ കാര്യം എന്താ ശരിയാവാം. പക്ഷെ അറിയാവുന്നുള്ള ക്വസ്റ്റ്യൻ അതൊന്നും പറഞ്ഞ് സാറ് പറഞ്ഞൊന്നും പറയുന്നത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ. നോക്കൂകളെ, ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സീക്വൻസ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 300? എത്രമാത്രം സംഖ്യകൾ ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ സമാന്തര ശ്രേണിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ 300 കിട്ടും. എത്ര കിട്ടും? 300 കിട്ടും അല്ലേ? വേറെ വന്നിട്ടുണ്ട് n² + 5n എന്ന് പറയുന്നത് 300 ആണ്. അതിന് n വാല്യൂ കണ്ടുപിടിച്ചൂടെ? നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ ആക്കി മാറ്റി. ഇക്വേഷൻ എന്ന് n കണ്ടുപിടിച്ചു. n കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഇവിടെ n കണ്ടുപിടിക്കുന്ന സമയത്ത് കറക്റ്റ് ആൻസർ എത്തില്ല, കറക്റ്റ് ആൻസറിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾ എവിടെ വെച്ചാണോ ചെയ്തത് അതിനപ്പുറം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. മാത്സിൽ എപ്പോഴും റൈറ്റ് ആൻസേഴ്സ് മാത്രമേ ഉണ്ടാവൂ. ചില ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ആൻസറിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും നമുക്ക് അതിനുശേഷം ചെയ്യാൻ കഴിയുന്നില്ല, സാറേ കിട്ടുന്നില്ല, എത്ര കിട്ടുന്നുള്ളൂ. ഓക്കെ, സ്റ്റോപ്പ്. അവിടെ വെച്ച് എന്ത് ചെയ്യാൻ നിർത്താം. നമുക്ക് മാർക്ക് കിട്ടും, പേടിക്കണ്ട. ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടും. നോക്കട്ടെ, സിമ്പിൾ അല്ലേ? നോക്കട്ടെ, ഒരു ടവറിന്റെ ചുവട്ടിൽ നിന്ന് 400 മീറ്റർ അകലെ നിൽക്കുന്ന ആൺകുട്ടി ടവറിന്റെ മുകളറ്റം 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഒരു ടവറിന്റെ ചുവട്ടിൽ ഇതേ ടവറിന്റെ മറുവശത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി ടവറിന്റെ മുകളറ്റം 38 മിനിറ്റും കാണും. നോക്കണേ, 2 ആൾക്കാർ, ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. ഓക്കെ, ലവേഴ്സ് എന്ന് വിചാരിക്കുള്ളൂ.
ഒരു ടവറെ രണ്ട് സൈഡ് അവർ നിൽക്കാം, പരസ്പരം അവർ കാണുന്നില്ല. ഓക്കെ, അവർ മീറ്റ് ചെയ്യാൻ വന്നു, ഒരു പാർക്കിലാണ് നിൽക്കുന്നത്, ടവറുണ്ട്, രണ്ട് സൈഡ് നിൽപ്പുണ്ട്. ഈ ആൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? മുകളറ്റം 45, മുകളറ്റം എത്രയില് കാണപ്പെടുന്നു? ആൺകുട്ടി സൈഡാണ് നിൽക്കുന്നത് കൺസിഡർ ചെയ്തു. ടവർ എന്തൊരു ദൂരത്തിലുണ്ട്. ടവറിന്റെ മുകളറ്റം 45 കാണുന്ന സമയത്ത് ഇനി എന്താണ്? ഇതേ ടവറിന്റെ മറുവശത്തിരിക്കുന്ന പെൺകുട്ടി ടവറിന്റെ മുകളറ്റം 38ലും. ഈ ടവറിന്റെ ഒരു വശമല്ലേ, ടവറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല മക്കളെ, അത് എടുക്കാം. അതിൻ്റെ 38. എത്രയാ? 38. ഇപ്പൊ വരയ്ക്കാം, മെഷർമെന്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, നിൽക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതല്ലേ? ഡ്രാ എ റഫ് ഫിഗർ ഷോയിങ് ദിസ് ഡീറ്റെയിൽസ്. റഫാണ്, അപ്പോൾ വരച്ചാൽ മതി. അപ്പം നമുക്ക് ഇതിൽ കൂടെ ഇനി നോക്കിയേ, ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ടവറിന് ചുറ്റും 40 മീറ്റർ അകലെ നിൽക്കുന്നത്. എത്രയാണ്? 40. എത്രയാണ്? ഇത് എത്രയാണ്? 40. ആൺകുട്ടി നിൽക്കുന്നത് എത്രയാണ്? 40. എത്രയാണ്? 40. മക്കൾ ഇത് 45 ഇതെന്താണ്? 90 ആണ്. ഇത് 45 ആവൂലേ? അങ്ങനെയാണെങ്കിൽ ഇത് 40 ആണെങ്കിൽ, അല്ല മക്കളെ, ഇത് 40 ആണെങ്കിൽ ഇത് 40 ആയിരിക്കൂലേ? അല്ലേ? സെറ്റല്ലേ? അതായത് ഇത് 40 ആണ്, ഇതുകളെ ഇത് 40 ആണ്. ഓക്കെ, ഇത് 40 ആണ്, ഇത് 45 ആണ്, ഇത് 90 ആണ്. അപ്പൊ ഇതും 45 ആവൂല. അപ്പൊ ഇത് 90 ആണ്, 40 ആണെങ്കിൽ ഇതും 40 ആവും, ഇത് 40 ആവും. ടവറിന്റെ ഉയരം കണക്കാക്കുക. ടവറിന്റെ ഉയരം കണക്കാക്കുക. സിമ്പിളായിട്ട് എഴുതാം. 40. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിഗണോമെട്രി ഉപയോഗിക്കാം. കാരണം എന്താണ് ട്രിഗണോമെട്രി എങ്ങനെ ഉപയോഗിക്കാം? സിമ്പിളായിട്ട് പറഞ്ഞ കാര്യം ട്രിഗണോമെട്രി ഉപയോഗിക്കാം. നോക്കട്ടെ, ട്രിഗണോമെട്രി ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ, നമുക്ക് ഉപയോഗിക്കാം. ഞാൻ നോക്കാം. 45 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്. കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് ഉള്ളത്. നമുക്കുള്ളത് ആംഗിളും അതിൻ്റെ അഡ്ജസ്റ്റൻറ്റും. സമീപവശം ആംഗിളും ഉണ്ട്, പിന്നെന്തുണ്ട്? സമീപവശം. അപ്പം വരുന്ന റിലേഷൻ എടുക്കാം. ഇനി ടവറിന്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് പെൺകുട്ടി നിൽക്കുന്നത്? ടവറിന്റെ ചുവട്ട്, ഇത് ഈ ഡിസ്റ്റൻസ്. എന്താണ് ഈ ഡിസ്റ്റൻസ്? ഇത് 38 അല്ലേ? ഇതില്ലേ? നമുക്ക് എന്തൊക്കെയുണ്ട്? ആംഗിളും ഉണ്ട്, ഓപ്പോസിറ്റും ഉണ്ട്. ഇവിടെ എന്താണ്? ആംഗിളും ഓപ്പോസിറ്റും. ഇവിടെ ആംഗിളും ഓപ്പോസിറ്റും അല്ലെ? ആംഗിളും ഓപ്പോസിറ്റും. ഡിസ്റ്റൻസ് അല്ലേ? ഇതിൽ ടവറിന്റെ ഹൈറ്റ്, ആംഗിൾ ഓപ്പോസിറ്റ്. അപ്പൊ എന്ത് ചെയ്യുക? കണ്ടെത്തേണ്ടതാണ് അഡ്ജസ്റ്റന്റ്. കണ്ടെത്തേണ്ടത് ഏറ്റവും അടുത്തുള്ള കണ്ടെത്തേണ്ടത്. അപ്പൊ എന്താണ്? ടാൻ നോക്കുക. ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ? ഇനി എന്താണ് മക്കളെ? നോക്കുകളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ പറയാൻ പോകുന്നതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സിമ്പിൾ കാര്യം നോക്കുകളെ, ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. sin 1 എന്ന് പറയുന്നത്, ഓക്കെ സാർ ഇത് നോക്കിയോ, sin 1 എന്ന് പറയുന്നത് cos 89 ആണ്. sin 2 എന്ന് പറയുന്നത് cos 88 ആണ്. ഡിഫറൻസ് എത്രയാണ്? ഇത് 90 ആണ്, 90 അല്ലേ? നമ്മുടെ സംഭവം തന്നെ 180 പ്ലസ് 2 58. ഓക്കെ, 3 87, 4 86, 90 അല്ലേ? സെറ്റ് അല്ലേ? റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഓഫ് പാറ്റേൺ. എഴുതിക്കൂടെ. അപ്പൊ എന്താണ്? സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? cos 85. കാരണം ഇത് കൂട്ടം എത്ര വരണം? 90 വരണം. എത്ര വരണം? 90 വരണം. സെറ്റ് സ്കെയിൽ അല്ലേ? ഇനി എന്താണ്? sin 10 = cos k. sin 10 = cos k എന്ന് വെച്ചാൽ രണ്ടും കൂട്ടുമ്പോൾ 90 വരണം. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 80. ഓക്കെ എന്ന് പറഞ്ഞാൽ 80 ആയിരിക്കും. ടോട്ടൽ ഇത്ര 90 വരണം. ഇനി ഇഫ് sin x is cos x, then x രണ്ടു കൂട്ടം എന്ത് വരണം? 90 വരണം. അപ്പം 90ന്റെ ഹാഫ് എത്രയാണ്? 90ന്റെ ഹാഫ് ഓക്കെ, 90ന്റെ ഹാഫ് 90/2 = 45. 90/2 = 45. സെറ്റ് അല്ലേ? ഇനി നോക്കേ, which among the following correct? നോക്കാം മക്കളെ. ആംഗിൾ 1 സൈനിന്റെ വാല്യൂ എന്താണ്? 0.175, 0.35. സൈൻ 1 2 വരുന്നതോറും കൂടിക്കൊണ്ട് വരുന്നു. സൈൻ കൂടുന്നുണ്ട്. കോസ് എന്താണ്? കുറയുന്നുണ്ട്. 98 ആയി, 94 ആയി, 86 ആയി, 76 ആയി. കണ്ടോ? സൈനിന്റെ വാല്യൂ 1 80 കൂടുന്നു, കോസിന്റെ കുറയുന്നു. അത് നോക്കിയാൽ മതി. അപ്പൊ എന്താണ്? ഇതൊരു sin 85 > sin 68. ഇനി എന്താണ്? റൈറ്റ് ദ ഫോളോവിങ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് sin 80, sin 40, cos 80. നോക്കുകളെ, സൈൻ ഇൻക്രീസിംഗ് ഓർഡർ അല്ലേ? cos 80, sin 40, sin എഴുതി കൂടെ. കാരണം എന്താണ്? സൈന് മുകളിലോട്ട് പോകുന്നതോറും 1 2 3 പോകുന്നതോറും കൂടുന്നു, എന്നാൽ കോസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. സിമ്പിൾ അല്ലേ? കിട്ടിയില്ലേ? സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു?
നിങ്ങൾ ഈ വർഷത്തെ SLCയുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സിൻസ്പിയറുടെ ക്ലാസ് എല്ലാവരും കാണുക. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ സംഭവമാണ്. ഞങ്ങൾ ഇനിയും ക്ലാസ് എടുക്കാൻ വരും. ഫിസിക്സ് കെമിസ്ട്രി എല്ലാ ക്ലാസ്സും ഞങ്ങൾ വരും. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ സെറ്റാക്കി വിടും. ഞങ്ങളുടെ ക്രാഷ് കോഴ്സിന് എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ആക്കുക. ഫ്രീ ആണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ അയക്കുക, വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും എന്താ എക്സാം ബെസ്റ്റ് വിഷസ്. അടുത്ത വീഡിയോ കാണും വരെ ബൈ.